ചോറ്റാനിക്കര മകം തുഴൽ എന്ന ഭക്തിസാന്ദ്രമായ ചടങ്ങും ഇന്നാണ് ഉടൻ നടക്കുന്നത്. ക്ഷേത്രത്തിൽ വലിയ ജനത്തിരക്ക് അനുഭവപ്പെടുന്നുണ്ട്. നവമി ചേരുന്ന നവമി വലിയ തിരക്ക് എല്ലാ വർഷവും അനുഭവപ്പെടുന്ന സ്ഥലമാണ്. ഇന്നിപ്പോൾ എന്തൊക്കെ ചടങ്ങുകൾക്ക് ശേഷമാണ് മകം തുഴലിലേക്ക് ഭക്തർ കടക്കുന്നത്? ഇതുവരെയുള്ള പ്രധാനപ്പെട്ട ചടങ്ങുകളെല്ലാം അവസാനിച്ചു. ഇപ്പോൾ ഭക്തരെ എല്ലാം ക്ഷേത്രത്തിന് പുറത്ത് നിർത്തിയിരിക്കുകയാണ്. അല്പസമയം, അതായത് കൃത്യം 2 മണിക്ക് തന്നെ മകം തൊഴലിന് വേണ്ടിയിട്ടുള്ള ചടങ്ങ് ആരംഭിക്കും. അതിനുവേണ്ടി ക്ഷേത്ര നട തുറക്കുകയും ചെയ്യും. ഏകദേശം 1 ലക്ഷത്തിലധികം ഭക്തരെയാണ് ഇപ്രാവശ്യം ദേവസ്വം ബോർഡ് പ്രതീക്ഷിക്കുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാ വിധത്തിലുള്ള ക്രമീകരണങ്ങളും ഇവിടെ സജ്ജമായിട്ടുണ്ട്. ഏകദേശം 100-ലധികം പോലീസുകാരെയാണ് ഇവിടെ വിന്യസിച്ചിരിക്കുന്നത്. അത് തന്നെ കൃത്യമായിട്ടുള്ള, അതായത് പടിഞ്ഞാറ് നടയുടെ വാതിലിൽ കൂടി ആയിരിക്കും ക്ഷേത്രത്തിലേക്കുള്ള പ്രവേശനവും ഒരുക്കിയിരിക്കുന്നത്. ഭക്തർക്ക് എല്ലാ സൗകര്യങ്ങളോടും കൂടിയുള്ള ഒരു പ്രവേശനമാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. പുരുഷന്മാർക്കും സ്ത്രീകൾക്കും പ്രത്യേകം ക്യൂവും ഏർപ്പെടുത്തിയിട്ടുണ്ട്. ചോറ്റാനിക്കര ദേവി ലക്ഷ്മി നാരായണ സ്വമേധയ വില്ലുമംഗലം സ്വാമിയാർക്ക് ദർശനം നൽകിയതിന്റെ ഒരു ഓർമ്മ പുതുക്കലായാണ് എല്ലാ വർഷവും ഈ മകം തൊഴൽ ആചരിക്കുന്നത്. ഈ ഒരു വിശ്വാസം, ഏറ്റവും കൂടുതൽ സ്ത്രീകളാണ് ഇവിടെ എത്തുന്നത്. അതുകൊണ്ട് തന്നെ അവരുടെ ഒരു വിശ്വാസം, ഈ വിവാഹം നടക്കാത്തവർക്ക് വിവാഹം നടക്കാനും സന്താന ലാഭത്തിനുമൊക്കെ അതിനു വേണ്ടിയിട്ടുള്ളൊരു ദേവിയായാണ് ഈ ഒരു ദിവസം. ഈ ഒരു മകം തൊഴലിൽ ദേവിയെ കണ്ട് പ്രാർത്ഥിച്ചാൽ നമ്മുടെ സങ്കടങ്ങളൊക്കെ ദേവിയോട് പറഞ്ഞാൽ അടുത്ത മകം തൊഴലിന് മുൻപായി തന്നെ അതെല്ലാം സാധിക്കുമെന്നൊരു വിശ്വാസമാണ് ഇവിടെയുള്ളത്. അങ്ങനെയാണ് ഈ കേരളത്തിൽ ഉടനീളമുള്ളവർ ഈ ചോറ്റാനിക്കര ദേവിയെ ഇന്നത്തെ ദിവസം മകം തൊഴലിൽ തന്നെ വന്ന് പ്രാർത്ഥിക്കാനായി ഇവിടെ എത്തുന്നത്. ഇപ്പോൾ തന്നെ അമ്പലത്തിന്റെ 4 ഭാഗത്തും, അതായത് 4 ദിശയിലുമുള്ളവരൊക്കെ ഭക്തരാൽ നിറഞ്ഞു നിൽക്കുകയാണ്. സ്ത്രീകളും പുരുഷന്മാരും ഒക്കെ 2 മണിക്ക് ഈ നട തുറന്ന് അകത്തേക്ക് കയറിയാൽ ഉടൻ തന്നെ ദേവിയെ കാണുന്നതിന് വേണ്ടിയിട്ട് ഇവിടെ ഈ വെയിലിനെ പോലും ഒക്കെ തൃണവൽക്കരിച്ചുകൊണ്ട് ഇവരെല്ലാവരും ഇവിടെ നിറഞ്ഞു നിൽക്കുകയാണ്. ഒരു ഭാഗത്ത്, അതായത് പടിഞ്ഞാറേ നടയുടെ ഭാഗത്തിൽ കൂടി മാത്രമേ ഉള്ളിലേക്ക് പ്രവേശനമുള്ളൂ. അതാണ് അവിടെ നിന്നാണ് ക്യൂ സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിനുശേഷം ഒരു വലം ചുറ്റിയായിരിക്കും അമ്പലത്തിന് ഉള്ളിലേക്ക് പ്രവേശിപ്പിക്കുകയുള്ളൂ. അവിടെയൊക്കെ കൃത്യമായി തന്നെ പോലീസിന്റെ ഒരു സാന്നിധ്യവുമുണ്ട്. എല്ലാവിധത്തിലും ഈ ചൂടൊക്കെ ആയതുകൊണ്ട് കൃത്യമായിട്ടുള്ള വെള്ളം കൊടുക്കാൻ അല്ലെങ്കിൽ ലഘുഭക്ഷണങ്ങളൊക്കെ ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അവർക്ക് കൃത്യമായി തന്നെ അതും അറേഞ്ച് ചെയ്തിട്ടുണ്ട്. 2 മണി മുതൽ 10:30 വരെയാണ് സാധാരണ ദർശനത്തിനുള്ള ഒരു സമയം. പക്ഷേ ഈ ഒരു ഇത്രയും ഭക്തർ, അവസാനം എത്തുന്ന ഭക്തന് പോലും ദേവിയെ കാണാതെ ഒരു നിരാശയായി മടങ്ങാൻ പാടില്ല എന്നുള്ളൊരു വിശ്വാസമുണ്ട്. അതുകൊണ്ട് തന്നെ ഏറ്റവും അവസാനത്തെ ഭക്തൻ തൊഴുത് പോയതിനു ശേഷം മാത്രമേ നട അടയ്ക്കുകയുള്ളൂ. അതുകൊണ്ട് ഏകദേശം ഒരു 11:30 വരെ ഈ ഒരു ദർശനം നീളുമെന്നാണ് ദേവസ്വം ബോർഡിന്റെയും കണക്കുകൂട്ടൽ. അതിനു വേണ്ടിയിട്ടുള്ള എല്ലാ സൗകര്യങ്ങളും ഇവിടെ ഒരുക്കി കഴിയുകയും ചെയ്തിട്ടുണ്ട്. പടിഞ്ഞാറേ നടയിൽ കൂടിയായിരിക്കും പ്രവേശനം. അത് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും പ്രത്യേകം ക്യൂവും ഏർപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെ ഏകദേശം 1 ലക്ഷത്തോളം പേരെയാണ് ഇവിടെ പ്രതീക്ഷിക്കുന്നത്. ഇവിടെ പാർക്കിങ്ങിനടക്കം കൃത്യമായിട്ടുള്ള സൗകര്യങ്ങളും ഒരുക്കിയിട്ടുണ്ട്. ബാരിക്കേഡും ഉണ്ട്. അതായത് ക്ഷേത്രത്തിലേക്ക് ഈ ക്യൂ വഴി ഉള്ളിലേക്ക് കടക്കുന്നതിന് ബാരിക്കേഡും ഒരുക്കിയിട്ടുണ്ട്. ഈ ആറാട്ട് കടവിൽ പറ സ്വീകരിച്ച ശേഷമാണ് ദേവിയുടെ എഴുന്നള്ളത്ത്. അതിനുശേഷമായിരിക്കും ഈ മകം തൊഴൽ. ആ സമയത്ത് തന്നെ ദേവിയെ ഒരുക്കി വളരെ സന്തോഷവതിയായി ഇന്നത്തെ ദിവസം ദേവി കാണപ്പെടുമെന്നാണ് വിശ്വാസം. അത്തരത്തിൽ ദേവിയെ സർവാഭരണ വിഭൂഷിതയായി കാണാൻ പറ്റുന്ന ഒരു ദിവസം. ആ ദിവസം ഭക്തർ തങ്ങളുടെ വേദന, തങ്ങളുടെ വിഷമങ്ങൾ, തങ്ങളുടെ ആഗ്രഹങ്ങളെല്ലാം ദേവിയോട് അതെല്ലാം നവമിയാണ് വിവരങ്ങൾ പങ്കുവച്ചുകൊണ്ടിരിക്കുന്നത്. ചോറ്റാനിക്കര മകം തൊഴൽ അല്പസമയത്തിനകമാണ്. 2 മുതൽ 3 മണി വരെ വിശദമായി തന്നെ ഈ മകം തൊഴൽ പ്രേക്ഷകർക്കായി ന്യൂസ് 18 കാണിക്കുന്നു.